നമസ്തേ. ഇതുവരെ അർത്ഥം പറഞ്ഞത് മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതി, അതുവരെയുള്ള അർത്ഥം പറഞ്ഞു. അത് അതുവരെയുള്ള അമ്മയുടെ പൂർണ്ണ രൂപത്തിന്റെ ഒരു വർണ്ണനയായിരുന്നു. എങ്ങനെയാണ് അമ്മയുടെ രൂപം, അമ്മയുടെ ഓരോ അംഗങ്ങളും എങ്ങനെയാണ്, അമ്മ ധരിച്ചിരിക്കുന്ന ഓരോ ആഭരണങ്ങളും എങ്ങനെയാണ് എന്നെല്ലാം കണ്ടു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സർവാരുണ നവധ്യാംഗി സർവാഭരണ ഭൂഷിത. സർവാഭരണങ്ങളും ധരിച്ച് സർവാരുണ അനവധ്യാംഗി സർവാഭരണഭൂഷിത. എപ്പോഴും അമ്മയെ വിശേഷിക്കുമ്പോ ചുവപ്പ് നിറത്തിലുള്ള ആഭരണങ്ങളും വസ്ത്രവും ധരിച്ചവൾ. എപ്പോഴും പ്രപഞ്ചത്തിലെ ഓരോ നിറങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട്. നിറങ്ങൾക്ക് അർത്ഥമുണ്ട്, ശബ്ദത്തിന് അർത്ഥമുണ്ട്, എല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട്. അപ്പം അമ്മയുടെ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് എപ്പോഴും രജോ ഗുണത്തിൽ നിൽക്കുന്ന, സാധാരണക്കാര് നിൽക്കുന്നത് എപ്പോഴും രജോ ഗുണത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ കർമ്മനിരതരാവുന്നത്. സത്വഗുണത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ മനസ്സ് വളരെ ശാന്തമായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കർമ്മം ചെയ്താലും അതിന്റെ ഫലേച്ഛ കൂടാതെ ചെയ്തുകൊണ്ട് സത്വഗുണത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെയായിരിക്കും എത്തുക. പക്ഷെ രജോ ഗുണത്തിലാണ് നമുക്ക് ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടുന്നത്. അപ്പൊ എപ്പോഴും അമ്മ ചുവപ്പ് രജോ ഗുണത്തിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ആളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലും പറയുന്ന വാക്കുകളില് എല്ലാത്തിനും ഇപ്പൊ 3 തരത്തിലുള്ള ഗുണത്രയങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണില്ല. അപ്പൊ അമ്മ ധരിക്കുന്ന വസ്ത്രങ്ങൾ എങ്ങനത്തെയാണ്, അമ്മയുടെ രൂപത്തിന്റെ ഭംഗി എങ്ങനെയാണ്, ഏറ്റവും ശ്രേഷ്ഠമായത് അത് അനവധ്യാംഗി എന്ന് വെച്ചാല് ഉള്ളത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്ന ആളാണ് അമ്മ. അപ്പം അമ്മയുടെ ആഭരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ ധരിക്കുന്ന ഓരോന്നിലും ആഭരണങ്ങളായാലും എന്തായാലും അതിനെ ഒരു പ്രത്യേക ആകൃതിയോടുകൂടിയുള്ള ആഭരണങ്ങളാണ് ധരിക്കുന്നത്. അപ്പൊ ഈ ആകൃതി എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാല് പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും ഓരോ ആകൃതികളുണ്ട്. ഇപ്പൊ മരങ്ങളായാലും പൂക്കളായാലും പുഴയായാലും മലയായാലും ഏത് നമ്മൾ പ്രകൃതിയിലെ ഏത് വസ്തു എടുത്താലും അതിനൊരു ആകൃതി ഉണ്ട്. ആ ആകൃതി എന്തിനാ സൂചിപ്പിക്കുന്നത് വെച്ചാല് പ്രാണപ്രസരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ആകൃതി പ്രാണപ്രസരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ആകൃതിയിൽ നിന്നാണ് പ്രാണപ്രസരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രാണശക്തിയെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിറങ്ങളും രൂപങ്ങളും പ്രപഞ്ചത്തിൽ എല്ലാത്തിനും നൽകിയിരിക്കുന്നത്. അപ്പം നമുക്കും ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും നിത്യജീവിതത്തിലാണെങ്കിലും നമ്മള് ജീവിക്കുന്ന ഈ ചുറ്റുപാടിലാണെങ്കിലും എല്ലാത്തിനും ആകൃതികളുണ്ട്, നിറങ്ങളുണ്ട്. പിന്നെ ആ നിറത്തിന്റെ എല്ലാ സവിശേഷതകളും നമുക്കറിയില്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിറങ്ങളാണ് നമ്മൾ മഴവില്ലിനെ കാണുമ്പോഴും അതിലുള്ള നിറങ്ങള്. ഓരോ നിറങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. അപ്പൊ ദേവിയുടെ ഈ ചുവപ്പ് നിറത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എപ്പോഴും കൂടുതൽ രജോ ഗുണത്തോടുകൂടി ഇരിക്കുന്ന സാധാരണക്കാർക്ക് ഇത് കർമ്മത്തിനെ നിരതരാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ രജോ ഗുണം നല്ലതാണോ എന്ന് വെച്ചാൽ മധ്യമത്തിൽ നിൽക്കുന്ന, തമോ ഗുണം ഏറ്റവും താഴെ നിൽക്കുന്നത്, രജോ ഗുണം മധ്യമത്തിൽ നിൽക്കുന്നത്, സപ്തഗുണമാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ആ സപ്തഗുണത്തിലേക്ക് എത്തണമെങ്കിൽ സത്വഗുണത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് ശുദ്ധമാക്കണം. ആ മനസ്സ് അപ്പം ദേവിയുടെ നാമത്തില് ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യന് എന്തെല്ലാമാണോ ആവശ്യം ജീവിതത്തില്, നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ചിന്തയില് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് ഇനിയുള്ള നാമങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ അമ്മയുടെ അതായത് ഓരോ ആകൃതിയിൽ നിന്നും ഓരോ കാര്യങ്ങളിലേക്ക് നിറങ്ങളും ആകൃതിയും കൊടുത്തിരിക്കുന്ന പ്രാണപ്രസരണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത നാമത്തിലെ ശിവ കാമേശ്വരംഗസ്ഥ ശിവ സ്വാധീന വല്ലഭ. അതായത് കാമേശ്വരനായ ശിവനെ സ്വാധീനിക്കുന്നവളാണ് അമ്മ എപ്പോഴും. വേറെ ഒരാൾക്കും ശിവനെ സ്വാധീനിക്കാൻ പറ്റില്ല അമ്മയ്ക്കൊഴിച്ച്. അമ്മ ശക്തി സ്വരൂപിണിയാണ്. ആ ശക്തി സ്വരൂപിണിയാണ് ശിവനെ സ്വാധീനിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കാമത്തിന് അധീശനായ ഭഗവാനാണ് ശിവൻ. ശിവന്റെ ശക്തി എപ്പോഴും പ്രകടമാകാത്തതാണ്, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ശക്തിയാണ് ശിവന്റെ. അമ്മയുടെ ശക്തി എപ്പോഴും പ്രകടമാകുന്നതാണ്. അപ്പം
ശിവന്റെ മടിത്തട്ടിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകടമാകാത്ത ശക്തിയായ ശിവനിൽ നിശ്ചലമായ അവസ്ഥയിൽ പ്രകടമായ ശക്തി, പ്രകടമായ ഊർജത്തിന്റെ ശക്തിയാണ് അമ്മ. ആ അമ്മ ഭഗവാനോട് ചേർന്നിരിക്കുന്നു. ശിവ എന്ന് പറഞ്ഞാൽ മംഗള സ്വരൂപിണിയാണ്. തന്റെ സ്വാധീനത്തിലാണ് ശിവനെ, ദേവിക്ക് മാത്രമേ ശിവനെ സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മളിപ്പോ സാധാരണ ഈ സഹസ്രനാമം ആയാലും ഏത് മന്ത്രജപങ്ങളും നമ്മൾ ജപിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ജപിക്കണേന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഏത് ജപം ജപിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും, ദിവസവും ജപിക്കുമ്പോ ഇപ്പൊ സഹസ്രനാമം ജപിക്കുമ്പോ എന്താ ഒരു പ്രത്യേകത വെച്ചാല് 1008 നാമങ്ങള് ദേവിയുടെ ഓരോരോ അംഗപ്രത്യംഗ വർണ്ണനയുണ്ട്, സ്വഭാവ ഗുണങ്ങളുടെ വർണ്ണനയുണ്ട്. അപ്പൊ നമ്മൾ ആ നാമം മനസ്സില് ദേവിയെ പ്രതിഷ്ഠിച്ച് നടത്തുമ്പോൾ നമ്മൾ ദേവിയായിട്ട് മാറണം എന്നാണ്. ദേവിയായിട്ട് മാറുക വെച്ചാല് ദേവിയുടെ സ്വഭാവ ഗുണങ്ങളോട് കൂടി നമ്മൾ ആവണം എന്നാണ്. അപ്പൊ അതെന്താണ്, അതിന്റെ ബേസിക് എന്താണ്? നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക. നമ്മളിലുള്ള എല്ലാ മോശമായ ശീലങ്ങളെയും മാറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മള് നല്ല സത്വഗുണത്തിലേക്ക് എത്തുക. രജോ ഗുണത്തിൽ നിന്ന് മാറി സത്വഗുണത്തിലേക്ക് എത്തുക എന്നാണ് ഓരോ നാമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് കാമക്രോധങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവിടെ സ്നേഹവും കരുണയും ഉണ്ടാകണം. ഓരോ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളെ നമ്മൾ എങ്ങനെ മാറ്റും? അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴാണ് ആ നെഗറ്റീവിനെ ഇല്ലാണ്ടാക്കുന്നത്. അമ്മയുടെ സത്സംഗത്തിൽ എപ്പോഴും പറയാറുണ്ട്, കടലിലെ വെള്ളം ഭയങ്കര ഉപ്പുവെള്ളമാണ്. ആ ഉപ്പുവെള്ളത്തെ എങ്ങനെ നമ്മൾ ഉപ്പില്ലാണ്ടാക്കണം? അതിലേക്ക് നല്ല വെള്ളം ചേർത്ത് ആ ഉപ്പിന്റെ സാന്ദ്രത കുറയ്ക്കുമ്പോഴാണ് ആ ഉപ്പുവെള്ളത്തിന്റെ, കടലിലെ വെള്ളത്തിന്റെ ഉപ്പ് രസം കുറയുന്നത്. അതുപോലെ നമ്മളിലുള്ള മാലിന്യങ്ങളെ മാറ്റാൻ എപ്പോഴും നല്ല നല്ല കാര്യങ്ങളെ മനസ്സിലെ ചിന്തയിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ ചിന്തകൾ നല്ലതാക്കുമ്പോൾ നമ്മളിലുള്ള ആ മാലിന്യങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ സ്വഭാവത്തില്, ഇപ്പൊ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്വഭാവങ്ങളും നല്ലതായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളിൽ ഒരു സ്വഭാവത്തിന്റെ ഒരു ഇതുണ്ട്, മോശമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും? ഇപ്പൊ ഒരാൾ പറയണം നിങ്ങളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു ന്യൂനതയുണ്ട്, അത് മാറ്റിയാൽ കുറച്ചും കൂടെ. അപ്പൊ നമ്മളത് എങ്ങനെ എടുക്കണം? അവര് നമ്മളെ കുറ്റം പറഞ്ഞായിട്ട് എടുക്കണ്ട. നമ്മുടെ സ്വഭാവത്തിലുള്ള ന്യൂനത മാറ്റിയാൽ അതിന്റെ ഗുണം ആർക്കാൻ? നമുക്ക് തന്നെയാണ്. അപ്പൊ നമ്മളെ അത് നല്ല രീതിയിൽ എടുത്തിട്ട് ആ സ്വഭാവത്തിനെ നല്ലതാക്കി മാറ്റാൻ ശ്രമിക്കുക. എന്നിലുള്ള പോരായ്മയാണത്. ആ പറഞ്ഞ ആൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട്, എന്നിലുള്ള പോരായ്മയെ ചൂണ്ടിക്കാണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലുള്ള ആ ന്യൂനതയെ മാറ്റാൻ ശ്രമിക്കുക. ഓരോ നാമം ജപിക്കുമ്പോഴും, ഏത് നാമം ജപിച്ചാലും, ലളിതാ സഹസ്രനാമം എന്ന് മാത്രമല്ല, ഏത് നാമങ്ങളും നിങ്ങൾ ജപിക്കുമ്പോഴും മനസ്സിനെ ശുദ്ധമാക്കാനാണ് നാമം ജപിക്കുന്നത്. മനസ്സ് ശുദ്ധമാവുമ്പോഴാണ് നമ്മള് തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്ക് എത്തുന്നത്. അപ്പൊ എന്താണ് നാമം ചെല്ലുന്നതിന്റെ? വെറുതെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി മറ്റുള്ളവരെ കേൾപ്പിക്കാനല്ല നാമം ചെല്ലുന്നത്. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും സമയം കണ്ടെത്തിട്ടുണ്ട്. 24 മണിക്കൂറിൽ 18 മണിക്കൂറും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു അരമണിക്കൂർ വീട്ടിൽ വിളക്ക് കത്തിച്ച് രാവിലെയും വൈകിട്ടും നാമം ജപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടിലുള്ള അന്തരീക്ഷത്തിനും വളരെ നല്ലതാണ്. വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, നമ്മുടെ പുറത്ത് നിൽക്കുന്ന വീട്ടിലുള്ള ജീവജാലങ്ങൾക്കും പുറത്ത് നിൽക്കുന്ന ചരാചരങ്ങൾക്കും വരെ അത് വളരെ പോസിറ്റീവായിട്ട് ഒരു എനർജി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ നാമം ജപിക്കുന്നത് വെറുതെ അല്ല, നാമം ജപിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ഇനി അടുത്ത നാമം സുമേരു മധ്യ ശൃംഗസ്ഥ ശ്രീമൻ നഗരനായിക. സുമേരു മധ്യ ശൃംഗസ്ഥ എന്ന് പറഞ്ഞാല്, സുമേരു പർവ്വതത്തിന് 3 കൊടുമുടികളുണ്ട്. അതിൽ മധ്യത്തെ കൊടുമുടികളിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് അതിന്റെ ഒരർത്ഥമാണ്. ആ വാക്കിന്റെ സുമേരു മധ്യ ശൃംഗസ്ഥ എന്നുള്ളതിന്റെ അർത്ഥം, സുമേരു പർവ്വതത്തിന് 3 കൊടുമുടികള്, അതിലെ മധ്യഭാഗത്തുള്ള കൊടുമുടിയിലാണ് അമ്മ വസിക്കുന്നത് എന്ന് പറയുന്നത് ഒരർത്ഥം, വെറുതെ ഒരർത്ഥം. ഇനി അതിനെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, മേരുദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടെല്ലാണ്. നമ്മളിലുള്ള പ്രധാനപ്പെട്ട ഒരു അവയവമായ നട്ടെല്ലാണത്. ആ നട്ടെല്ലില്, മനുഷ്യന്റെ നട്ടെല്ലാണ് ഏറ്റവും വികസിച്ച രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രപഞ്ചത്തിലുള്ള ഒരു
ജീവജാലങ്ങൾക്കും നിവർന്ന് നിൽക്കാനുള്ള നട്ടെല്ലില്ല. അതെപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. മനുഷ്യര് മാത്രമേ രണ്ട് കാലിലും നിവർന്ന് നിൽക്കുള്ളൂ. അപ്പൊ നിവർന്ന് നിൽക്കാനുള്ള ഒരു നട്ടെല്ല് ഭഗവാൻ തന്നിരിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. ഈ നട്ടെല്ലിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല്, അമ്മയുടെ ഗർഭപാത്രത്തില് ആദ്യം ഒരു ജീവൻ രൂപീകരിച്ചു കഴിഞ്ഞാല് അതിന്റെ വളർച്ച ഇങ്ങനെ ആദ്യം ഒരു തലയുടെ രൂപത്തിലുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു വാല് പോലെ ഒരു ആകൃതി ആയിരിക്കും ആദ്യം ആ ജീവൻ ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഓരോ മാസം കഴിയുന്തോറും ആ ജീവന്റെ ഓരോരോ ഭാഗങ്ങൾ വളർന്ന് വളർന്ന് 9 മാസം കഴിയുമ്പോഴേക്കും അത് പൂർണ്ണ രൂപത്തിലെത്തുകയാണ്. അപ്പൊ അതായത് സൃഷ്ടിക്ക് വേണ്ടി ആ സൃഷ്ടി നടത്തുന്നത് ആരാണ്? അമ്മയാണ്. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന അമ്മ തന്നെയാണ് ഈ സൃഷ്ടിയുടെ കർത്താവും. അപ്പൊ ഈ ഓരോ അവയവങ്ങൾ വളരുമ്പോഴും അത് പൂർണ്ണതയിലെത്താൻ പ്രാണോർജമാണ് ശരീരത്തിനെ സഹായിക്കുന്നത്, പ്രാണത്തിന്റെ ഊർജം. അപ്പൊ ഈ പ്രാണന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ ദിവസവും ക്ലാസ്സിൽ സാറ് പറഞ്ഞു തരാറുണ്ട്. നമുക്ക് യോഗ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ ഈ പ്രാണന്റെ എന്താണ് പവർ, പ്രാണൻ എന്തുകൊണ്ടാണ് നമ്മള് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസവും നമ്മുടെ ഉള്ളിലുള്ള പ്രാണത്തിന്റെ ഊർജത്തിനെയാണ് കൂട്ടുന്നത്. ആ പ്രാണോർജമാണ് ഒരു സൃഷ്ടിയിലെ ഒരു രൂപത്തിന് പൂർണ്ണ രൂപം കൊടുക്കുന്നത്. ഒരു കുട്ടി ഉണ്ടാവുമ്പോഴാണെങ്കിലും ആ പ്രാണോർജം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ എല്ലാ ശരീര അവയവങ്ങളും വന്ന് വലുതായി പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഈ പൂർണ്ണതയിൽ എത്തുന്ന എപ്പോഴും നട്ടെല്ലിന് ബോധവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ അമ്മേ സുമേരു മധ്യശൃംഖസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശരീര അവയവമായ നട്ടെല്ലിലും അതിന്റെ സൃഷ്ടികളിലും അതിന് ഉള്ളിലുള്ള പ്രാണോർജത്തിലും എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്നത് ആരാണ്? അമ്മ തന്നെയാണ്. ആ ലളിതാ സഹസ്രനാമത്തിൽ പറയുമ്പോ അമ്മയെ കുറിച്ച് പറയുന്നു. നമ്മളിപ്പോ വിഷ്ണു സഹസ്രനാമത്തിലാണ് പറയണെങ്കിൽ ഭഗവാനെ കൃഷ്ണനെ കുറിച്ച് പറയും. അപ്പം ഓരോ നാമത്തിലും നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ആ പരമശക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ശക്തിയെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനുഷ്യന്റെ ജന്മം എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. അപ്പം അതുപോലെ നട്ടെല്ലിന്റെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ 6 ഷഡാധാരങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ദിവസവും ക്ലാസ്സിൽ സാറ് പറയാറുണ്ട്, അതിന്റെ മെഡിറ്റേഷൻ എടുക്കാറുണ്ട്. അപ്പൊ ഏതെല്ലാം ചക്രങ്ങൾ എന്നറിയാം. ആ ചക്രത്തിന്റെ രൂപങ്ങൾ എല്ലാവർക്കും അറിയാലോ. എല്ലാവരും ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല. പിന്നെ ഈ ഷഡാധാരങ്ങൾ കഴിഞ്ഞ് നമ്മള് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ശിരസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് സഹസ്രാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ 1000 ഇതളുള്ള സഹസ്രാരം ഊർജ കേന്ദ്രമാണ്. ഈ ഊർജ കേന്ദ്രത്തിനെ ഊർജ കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരു ഊർജം നമ്മുടെ ഉള്ളില്, അതായത് കുണ്ടലിനി രൂപത്തില് നമ്മുടെ ഉള്ളില് 3 ചുറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഊർജത്തിൽ അതായത് എന്ന് പറയുന്ന അമൃതിനെ എറ്റിറ്റ് വീഴുന്ന, അതായത് സഹസ്രാരത്തിൽ നിന്ന് ഈ അമൃത് എറ്റിറ്റ് വീഴും. ഈ എറ്റിറ്റ് വീഴുന്ന അമൃതിനെ ആസ്വദിച്ചുകൊണ്ടാണ് കുണ്ടലിനി ഉറങ്ങിക്കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും ഈ ഷഡാധാരങ്ങളെ ഉണർത്തുമ്പോൾ ആക്ടിവേറ്റ് ആയി വരുമ്പോഴാണ് കുണ്ടലിനി ഉണരുന്നത്. കുണ്ടലിനി ഉണരുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നമുക്കിങ്ങനെ വാക്കുകളെ കൊണ്ട് പറഞ്ഞു പോകാനും പറ്റുന്ന കാര്യമല്ല. അത് വലിയൊരു പ്രോസസ്സാണ്. പിന്നെ പിംഗള നാഡികൾ ചുറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സുഷുമ്നാ നാഡി. അപ്പൊ നമ്മുടെ പ്രാണോർജം സഞ്ചരിക്കുന്നത് ഈ സുഷുമ്നയെ കൂടെയാണ് ഈ ഷഡാധാരങ്ങൾ വഴി ഈ സഹസ്രാരത്തിലേക്ക് ഈ പ്രാണോർജം എത്തുന്നത്. നമ്മുടെ പ്രാണോർജം ഒന്നും അത്രയ്ക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഏതൊക്കെ ഷഡാധാരങ്ങളിൽ ഇപ്പൊ ഏതൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്ന് കുറെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ സാറ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഏതെല്ലാം ഓരോ ആധാരങ്ങളും ആക്ടിവേറ്റ് ആവുമ്പോൾ സ്വഭാവത്തില് അതിന്റെ ഗുണങ്ങൾ കാണിക്കും. ഏതെങ്കിലും ആധാരങ്ങള്, അതായത് ചക്രങ്ങള് ആക്ടിവേറ്റ് അല്ലാതെ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വഭാവത്തില് അത് തീർച്ചയായിട്ടും കാണാം. അവരുടെ സ്വഭാവത്തില് ഇന്ന ചക്രം ആക്ടിവേറ്റ് അല്ല, അതുകൊണ്ടാണ് അവരുടെ സ്വഭാവം ഇങ്ങനെയെന്ന് നമ്മൾ സാധാരണ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിത് പഠിച്ചു കഴിയുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ സാറിപ്പോ സ്ഥിരം ക്ലാസ് എടുത്ത് നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ തരുന്നോണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമ്മൾ ഏതെല്ലാം ചക്രങ്ങള് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. സാർ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ അമ്മയുടെ സുമേരു മധ്യ ശൃംഖസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഷഡാധാരങ്ങളിലും
നട്ടെല്ലിലും നമ്മുടെ സഹസ്രാരത്തിലും കുടികൊള്ളുന്ന സൃഷ്ടിയുടെ കാരക അമ്മ തന്നെയാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ഇനി അടുത്തത് ശ്രീമൻ നഗര നായിക. ശ്രീമൻ നഗര നായിക എന്ന് വെച്ചാല് ശ്രീമത്തായ നഗരങ്ങളുടെ നായികയായവൾ. അതായത് ഭൂമിയിലെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട് ഭൂമിക്ക്. അത് സമതലത്തിലായാലും പർവ്വതത്തിലായാലും സമുദ്രത്തിലായാലും 16 ആവാസ വ്യവസ്ഥകൾ ഉണ്ടെന്ന് പറയുന്നു ഭൂമിക്ക്. ആ 16 ആവാസ വ്യവസ്ഥകൾക്കും അതീശയായവളാണ് അമ്മ. ഈ 16 ആവാസ വ്യവസ്ഥയെയും നയിച്ചു കൊണ്ടുപോകുന്നത് അമ്മയുടെ ആ ശക്തി തന്നെയാണ്. അപ്പം സമുദ്രത്തിലെ ഈ 16 ആവാസ വ്യവസ്ഥകൾ എങ്ങനെയാന്ന് വെച്ചാല് സമുദ്രത്തിൽ 8 ആവാസ വ്യവസ്ഥയുണ്ട്, സമതലത്തിലും പർവ്വതത്തിലും കൂടെ 8 ആവാസ വ്യവസ്ഥകളുണ്ട്. അപ്പൊ ഈ 16 ആവാസ വ്യവസ്ഥകളെയാണ് ഇവിടെ ശ്രീമൻ നഗരനായിക എന്ന് ശ്രീമൻ നഗരമായിട്ട് ശ്രീമത് നഗരങ്ങൾ എന്ന് പറയുന്ന ഈ 18 ആവാസ വ്യവസ്ഥകളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 18 ആവാസ വ്യവസ്ഥകൾക്കും അതീശയായവൾ മുകളിൽ നിൽക്കുന്ന വെച്ചാൽ ആ 16 ആവാസ വ്യവസ്ഥയും കേന്ദ്രീകരിച്ച്, അതായത് ക്രമീകരിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അമ്മ തന്നെയാണ് എന്ന് പറയുന്നു. ഇനി അടുത്തത് ചിന്താമണി ഗൃഹാന്തസ്ഥ. ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് വെച്ചാല് ചിന്താമണി, ഗൃഹം എന്ന് വെച്ചാല് വീട്, ധാമം ഉള്ള അർത്ഥം താമസ സ്ഥലം. ചിന്താമണി ഗൃഹ അന്തസ്ഥ ഉള്ളിലിരിക്കുന്ന, അതായത് ചിന്താമണിയായ ഗൃഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന. ചിന്താമണി എന്ന് പറഞ്ഞാല് ചിന്താമണി ഗൃഹത്തിന്റെ ഉള്ളിൽ വസിക്കുന്നവൾ എന്ന് പറഞ്ഞാല് സംസ്കൃതത്തിൽ ചിന്തകൾക്ക് എപ്പോഴും നമ്മൾ സാധാരണ ചിന്തകൾ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കുക, നമുക്ക് സാധാരണ വരുന്ന ചിന്തകൾ, അതായത് തിങ്കിങ്, തോട്ട്സ്, അതിനെയാണ് നമ്മൾ ചിന്തകൾ എന്ന് പറയാ. പക്ഷെ ഇവിടെ സംസ്കൃതത്തിലെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസ്കൃതത്തില് അതായത് മാനസിക വൈഷമ്യം എന്നാണ് ആ ചിന്തയുടെ അർത്ഥം. സംസ്കൃതത്തിൽ പറയുമ്പോൾ മാനസിക വൈഷമ്യം എന്ന് വെച്ചാല് നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ഓരോ മനോവിഷമങ്ങൾ, അങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ എല്ലാവരും പറയില്ലേ ഭയങ്കര ടെൻഷനാണ് അതൊക്കെ പറയില്ലേ, അങ്ങനെ വരുന്ന ചിന്ത, ആ ചിന്ത എന്നുള്ള അർത്ഥം അതാണ് സംസ്കൃതത്തിലെ. ചിന്തനം എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ പറയുന്ന തോട്ട്സ്. നമ്മൾ സാധാരണ പറയുന്ന ചിന്തയ്ക്ക് സംസ്കൃതത്തിൽ ചിന്തനം എന്നാണ് പറയുക. അപ്പൊ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് പറഞ്ഞാല് ഈ ചിന്തകൾക്ക് ആധാരം ആരാണ്? അമ്മ തന്നെയാണ്. അപ്പൊ എന്ത് ചിന്തിക്കണം എന്നുള്ളത്, നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദേവിയെ അല്ലെങ്കിൽ ആ ശക്തിയെ നമ്മളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണോ അതിനനുസരിച്ചാണ് നമ്മുടെ ചിന്തകൾ മാറുന്നത്, നമ്മുടെ തോട്ട്സ് മാറുന്നത്. അതില് ഒരു ശ്ലോകമുണ്ട്, ചിതാ ചിന്ത ദ്വയോർ മധ്യേ ചിന്താ ചൈവ ഗരീയസി. അതായത് ചിതാ ചിന്ത ദ്വയോർ മധ്യേ, ദ്വയോർ എന്ന് വെച്ചാല് ഈ ചിത എന്ന് പറഞ്ഞാൽ അറിയാലോ, ശവം ദഹിപ്പിക്കുന്നതിനാണ് നമ്മൾ സാധാരണ ചിത എന്ന് പറയാ. ചിന്ത എന്ന് പറഞ്ഞാൽ മനോവിഷമങ്ങള്, അതായത് ടെൻഷൻ, അങ്ങനത്തെ മനോവിഷമങ്ങള്. ഇതിന്റെ രണ്ടിന്റെയും ഇടയില് ഗുരുതരമായി നിൽക്കുന്ന, അതായത് ഈ മനോവിഷമങ്ങളാണ് എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും നമ്മുടെ ഇതിൽ നിന്ന് നമ്മളെപ്പോഴും മനസ്സുകൊണ്ട് ഈ ചിന്തകളെ മോശമായിട്ട് ചിന്തിക്കുമ്പോൾ കൂടുതൽ ചിന്തകൾ വരുമ്പോഴാണ് എപ്പോഴും നമ്മൾ ഡൗൺ ആയി പോണത്. നമുക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ലാണ്ടാവും, നമ്മൾ ആവശ്യമില്ലാണ്ട് ചിന്തിക്കും. ചിന്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഊർജം നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും അതെന്തായി പോവും, അത് വിപരീതമായിട്ട് ഫലിക്കും. അപ്പൊ ഈ ചിതാദഹതി നിർജീവം, ചിന്താദഹതി സജീവകം. ചിതാദഹതി അതായത് ചിതയിൽ വെക്കുന്നത് എപ്പോഴും നിർജീവമായിട്ടുള്ള ശവത്തിനെയാണ്. പക്ഷെ ചിന്താദഹതി സജീവകം, നമ്മള് ജീവനോടുകൂടി ഇരിക്കുമ്പോ നമ്മളെ ദഹിപ്പിച്ച് കളയുന്നതാണ് നമ്മുടെ ചിന്തകൾ എന്ന് വെച്ചാൽ മനോവൈഷമ്യങ്ങൾ. നമ്മൾ ഈ ചിന്തകളാകുന്ന വിഷമങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക. ഇന്ന് പ്രസന്റിൽ ജീവിക്കാണ്ട് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്, മനുഷ്യരെപ്പോഴും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതും ജീവിക്കുന്നതും ഇന്നലെ ഒരിക്കലും ജീവിക്കില്ല, ഈ സമയത്ത് ഒരിക്കലും ജീവിക്കില്ല. ഇന്നലെ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കും,
അല്ലെങ്കിൽ നാളെ വരാനുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കും. ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുകയാണ് ഏറ്റവും നമുക്ക് സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം തരാം. നമ്മൾ ഇവിടെ ഇരുന്ന് നാമം ജപിക്കുകയാണ്. ഈ നാമജപത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ ഘോഷിക്കുക ചെയ്യണത്. നേരെ മറിച്ച് ഇന്നലെ നമ്മുടെ വീട്ടിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ ഈ നാമം ജപിക്കുമ്പോ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നടന്ന ഒരു കാര്യത്തെ കുറിച്ച്, വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, അയ്യോ ഉച്ചയ്ക്ക് വീട്ടിൽ അങ്ങനെ ഉണ്ടായില്ലോ, അല്ലെങ്കിൽ മോൻ അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്കും ജീവിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിക്കണില്ല. ഈ നാമം ജപിക്കുന്ന സമയത്തും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പ്രസന്റിൽ ജീവിക്കുക. പ്രസന്റിൽ ജീവിക്കുക എന്ന് വെച്ചാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക. അടുത്തൊരു നിമിഷം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് നാമം ഞാൻ പറയണു, നിങ്ങൾ കേൾക്കുന്നു, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ആസ്വദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇത് നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു. അപ്പൊ നാളെ വരുന്നതിനെ കുറിച്ച്, നാളെ നല്ലത് വരാലോ. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളോ നാളെ ഇങ്ങനെയാണോ വരണമെങ്കിലോ എന്നേ ചിന്തിക്കുള്ളൂ. നാളെ എനിക്ക് നല്ലതേ വരുള്ളൂ, ഇന്നും എനിക്ക് നല്ലതാണ്, ഇന്നലെ കഴിഞ്ഞതെല്ലാം നല്ലതാണെന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എപ്പോഴാ വിഷമിക്കാൻ സമയമുണ്ടോ? പിന്നെ ജീവിതത്തിലെ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരും. ആ സുഖം വരുമ്പോ നമ്മൾ ഒരിക്കലും പറയാറില്ല, അയ്യോ എനിക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. പക്ഷെ ദുഃഖം വരുമ്പോ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും അയ്യോ എനിക്കിത് വന്നൂലോ എന്ന് പറഞ്ഞ് വിഷമിക്കാൻ തുടങ്ങും. അങ്ങനെ വിഷമിക്കുന്ന എന്തിനാ? സുഖം വരുമ്പോ നമ്മൾ ആരോടൊന്നും ഷെയർ ചെയ്യാറില്ല. അപ്പൊ ദുഃഖം വരുമ്പോൾ ഒന്നും ഷെയർ ചെയ്യണ്ട. ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഇതിനെ എങ്ങനെ, നമുക്ക് എപ്പോഴും നാമജപത്തിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം വന്നാലും ദുഃഖം വന്നാലും സമഭാവനയോടുകൂടി കാണാൻ സാധിക്കണം. സമഭാവനയോടുകൂടി കാണാൻ സാധിക്കണം. സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേപോലെയാണ് എനിക്ക്. ദുഃഖം ജീവിതത്തിൽ വരും. ദുഃഖം ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈശ്വരനെ പ്രാർത്ഥിക്കില്ല. നമുക്ക് എപ്പോഴും സന്തോഷവും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തി തരികയാണെങ്കിൽ നമ്മൾ എന്തിനാ ഈശ്വരനെ പ്രാർത്ഥിക്കണേ? ഈശ്വരന് അവിടെ ഒരു പ്രസക്തി ഇല്ലാണ്ടാവും. അപ്പൊ ദുഃഖം തരുമ്പോ എപ്പോഴും ദുഃഖമാണെങ്കിൽ നമ്മളെ ഉറപ്പായിട്ട് ഈശ്വരനെ വിളിച്ചിരിക്കും. അപ്പൊ ദുഃഖത്തിലായാലും സുഖത്തിലായാലും എപ്പോഴും ഈശ്വര സ്മരണയോടുകൂടി ജീവിക്കുമ്പോഴാണ് ആ ജീവിതം അന്വർത്ഥമാകുന്നത്. അപ്പം നമ്മുടെ സാറ് ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പം ഞാൻ എപ്പോഴും സാറിന്റെ ക്ലാസ്സിൽ കയറിയതിനു ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഭഗവത്ഗീത വായിക്കുമ്പോഴായാലും ലളിതാ സഹസ്രനാമം വായിക്കുമ്പോഴും, ഏതൊരു ഇപ്പൊ ഉപനിഷത്ത് ഞാൻ വായിച്ചിട്ടില്ല, വേറെ ഏത് ബുക്ക്, ഇപ്പൊ നമ്മുടെ പുരാണങ്ങളായാലും ഏത് ബുക്ക്, ഭാഗവതായാലും രാമായണായാലും ഏത് വായിക്കുമ്പോഴും നമ്മുടെ സാറ് പറയുന്ന കാര്യങ്ങള് ഈ ഭഗവത്ഗീതയിലും ഈ ലളിതാ സഹസ്രനാമത്തിനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്, ഒരിക്കലും എപ്പോഴും പ്രസന്ന ചിത്തനായിരിക്കണം. അത് രാജേശ്വരി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും, വരുന്ന അധ്യായത്തിൽ ഇതൊക്കെ ഉണ്ട്. അപ്പം എപ്പോഴും പ്രസന്ന ചിത്തരായിരിക്കുക. ഇപ്പൊ ഇവിടെ ശാന്തി വർഗത്തിലിരിക്കുന്ന എല്ലാവരുടെ മുഖം നോക്കുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് എനിക്ക്. സാർ ഇന്നലെ അത് പറയുകയും ചെയ്തു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും മുഖത്തിന് ഭയങ്കര ഒരു ഐശ്വര്യം വന്നിട്ടുണ്ട്, ഭയങ്കര സന്തോഷമാണ് മുഖത്ത്. അത് എന്തുകൊണ്ട് സംഭവിച്ചതാ? സാറ് നമ്മളോട് ഇവിടെ ഇന്ന് നാമം ജപിക്കാനേ പറഞ്ഞുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ ഉയർച്ചയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ശാന്തിബോധം കൊണ്ട് നമ്മുടെ മനസ്സ് ഉയർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്യണം. അപ്പൊ ഇവിടെ ഇപ്പം വെറുതെ നാമം ജപിക്കണേ. അപ്പൊ രാജീവ് സാറ് പിന്നെ ഭഗവത്ഗീത പറയുമ്പോഴും ഞാനിപ്പോ ലളിതാ സഹസ്രനാമം പറയുമ്പോഴും എനിക്കത് കേൾക്കണം, കുറച്ച് സമയമെങ്കിലും എനിക്കതിൽ മുഴുകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിന്റെ ഉയർച്ചയാണ് കാണിക്കുന്നത്. അപ്പൊ മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന ഒരു കാര്യം തന്നെയാണ് നാമജപം. നാമജപം ബേസ് ആണെന്ന് മാത്രം. പിന്നെ അതിന്റെ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് കടന്നു മെഡിറ്റേഷനിലേക്ക്. ഇനി ഒരുപാട് സ്റ്റേജുകൾ പോകാനുണ്ട്. അപ്പൊ ഈ ജന്മത്തിൽ നമ്മളിത് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളല്ലേ. അപ്പൊ എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് എപ്പോഴും വിചാരിക്കുക. അപ്പൊ ഈ ചിന്താമണി ഗൃഹസ്ഥ എന്ന് പറഞ്ഞു വന്നതിൽ ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ. അതിന്റെ ഒരു അന്തരാർത്ഥമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചിന്ത, അപ്പൊ അമ്മ എവിടെയായിരിക്കും? അമ്മയെ നമ്മളെ എങ്ങനെ അവിടെ ഇരുത്തി ഇതാക്കണം? ഒരു ദേവി നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്, ചിന്തയായിട്ട് ഇരിക്കുകയാണ്. ചിന്തയായിട്ടാണ് ഇതിനകത്ത്. നമ്മുടെ ഉള്ളിൽ അമ്മ ഇരിക്കുമ്പോ നമ്മളെ എത്ര സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ കാര്യങ്ങൾ ചെയ്താലാണ്
അമ്മ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, കൂടുതൽ കൂടുതൽ പ്രകാശിച്ച് ആ ഊർജം നമ്മളിലേക്ക് ശക്തിയായിട്ട് ലേക്ക് വരുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് വെച്ചാല് നമ്മുടെ ചിന്തയാകുന്ന ഗൃഹത്തിന്റെ അകത്താണ് അമ്മ ഇരിക്കുന്നത്. അപ്പൊ ആ അമ്മ നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ അവിടെ ഇരിക്കുന്ന മാലിന്യങ്ങളെ എല്ലാം മാറ്റി, നമ്മളെപ്പോഴും വീടൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വൃത്തിയാക്കി നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ മാറ്റി അവിടെ ഇതുപോലെ ഒരു വിളക്ക്, സാറ് കത്തിച്ചു വെച്ച ഒരു വിളക്കുണ്ട്, അതിനെ ഒന്ന് കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഈ കാമക്രോധ ലോഭ മത മാത്സര്യം എന്നുള്ള മാലിന്യങ്ങൾ, അത് സാറിന്റെ മനസ്സൊരു വിസ്മയത്തിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഇത് മാറ്റിക്കഴിഞ്ഞാൽ, അത് മാറണമെങ്കിൽ എന്തായിരിക്കണം? ജീവജാലങ്ങളോട് പ്രേമവും കാരുണ്യവും നമ്മുടെ കൂടെയുള്ള എല്ലാവരും സമഭാവനയോട് കൂടി കാണാനും, പിന്നെ ഒരു ഇതുമില്ലാത്ത, ഒരു കണ്ടീഷനും ഇല്ലാത്ത സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, നമ്മൾ കൊടുത്താൽ മാത്രം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഏതും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചെത്തും. സ്നേഹമാണോ കൊടുക്കുന്നത്, സ്നേഹം തിരിച്ചു വരും. നിങ്ങൾ ദേഷ്യമാണോ കൊടുക്കണേ, അതേ നിങ്ങൾക്ക് തിരിച്ചു വരുള്ളൂ. അപ്പൊ എല്ലാവരും അമ്മയുടെ ചിന്താമണി ഗൃഹത്തിൽ, നമ്മുടെ ചിന്താമണി ഗൃഹത്തിൽ ഇരിക്കുന്ന അമ്മയെ പ്രസാദിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ അമ്മയാകുന്ന ശക്തിയെ നമ്മളിൽ വളർത്താൻ വേണ്ടിയിട്ട് എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവുകളെയും മാറ്റി അവിടെ സ്നേഹവും കാരുണ്യവും മറ്റുള്ളവരോടുള്ള സമഭാവനയും എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദേവി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ശക്തി സ്വരൂപിണി നമ്മുടെ കൂടെ ഉണ്ടാവും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇത് നിർത്തുന്നു. ഇനി ബാക്കി നാളെ പറയും.